നമസ്കാരം. നാളുകളേറെയായി അർജുനെ കാണാതെയായിട്ട്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും വളരെയധികം സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പുറത്തു വരുന്ന ഓരോ വാർത്തകൾക്കും കാതോർത്ത് മലയാളികൾ മുഴുവൻ ഇരിക്കുകയാണ്. ഒരു കുടുംബം മാത്രമല്ല, കേരളക്കര മുഴുവൻ അർജുന് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിൽ തന്നെയാണ്. അവരെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് അർജുൻ്റെ തിരിച്ചു വരവ് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നാളുകൾ ഏറെയായി അർജുൻ ഇനി വരുമോ എന്ന കാര്യത്തിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. എന്നാൽ കൂടി ഇപ്പോൾ ഇവ സന്തോഷ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അർജുൻ തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളത് കൊണ്ട് തന്നെ. എന്നിരുന്നാൽ കൂടി അർജുനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുവാൻ മലയാളികൾ മുഴുവൻ കാതോർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർണാടക ശിരൂരിലുണ്ടായ അപകടത്തിൽ സംഭവിച്ചതിൽ അർജുനെ പറ്റിയുള്ള ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ മലയാളികൾ മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. ഇപ്പോൾ ഇത് അവിടെ നിന്ന് പുറത്തൊരു പുതിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് അത്. അർജുനെ കാണാതായ സ്ഥലത്ത് നിന്ന് ഒരുപാട് തിരച്ചിലുകൾ നടത്തി. എന്നിരുന്നാൽ കൂടി അർജുൻ്റെ അർജുനെക്കുറിച്ചോ ഇതുവരെ യാതൊരു അടയാളങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അർജുൻ്റെ വണ്ടിയുടെ ഓരോ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായി തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ കൂടുതലായി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്താനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അർജുൻ്റെ വേണ്ടി തിരച്ചിൽ നടത്താൻ വേണ്ടി ഗോവയിൽ നിന്ന് ഒരു പ്രത്യേക മെഷീൻ ഇന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു മെഷീനിലൂടെ അവിടെയുള്ള മണ്ണുകളും വെള്ളവും എല്ലാം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുകയും അതുവഴി അർജുൻ്റെ ലോറിയെയും അർജുനെയും തിരിച്ചു കിട്ടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇന്ന് കർണാടക ഗവൺമെൻറ്. അതേസമയം ആശ്വാസ വാർത്തകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ മാത്രമായിരുന്നു അർജുൻ്റെ കുടുംബത്തിലെ ഏക ഒരു വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ അർജുനെ കാണാതായ സ്ഥിതിക്ക് അർജുൻ്റെ വീട്ടിലേക്കുള്ള സമ്പാദ്യമാർഗം നിലയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകി അവിടുത്തെ കോർപ്പറേറ്റ് സഹകരണ ബാങ്ക് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണെന്ന് എടുത്തു പറയാൻ സാധിക്കും. കാരണം അർജുനില്ലാത്ത സമയത്ത്, അർജുനില്ലാത്ത ഒരവസ്ഥയിൽ അർജുൻ്റെ കുടുംബത്തിലേക്ക് മുന്നോട്ട് പോകാൻ സമ്പാദ്യമാർഗം വേറെയില്ല. അതുകൊണ്ട് തന്നെ അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി നൽകുന്നതിലൂടെ ആ കുടുംബം പിന്നെയും ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു സന്നദ്ധ സഹായം തന്നെയാണ് എന്നും അത് നൽകിയവർക്ക് വളരെയധികം അഭിനന്ദനങ്ങളും പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അർജുൻ്റെ വാർത്തകൾ കേൾക്കുവാൻ മലയാളികൾ മുഴുവൻ കാതോർത്തിരിക്കുകയാണ്. ഇനിയാണ് ആരംഭം. അർജുനെ ഉടനെ തന്നെ അർജുൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസും എല്ലാം തന്നെ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു മെഷീന് അർജുൻ്റെ വണ്ടിയുടെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നും ഓരോരുത്തരും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും.